പിന്നെ വേറൊരു ന്യൂസ്, വീണ്ടും ഇരുട്ടടി. വൈദ്യുതി നിരക്ക് നാളെ പ്രഖ്യാപിച്ചേക്കും. അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം മൂന്നാമത്തെ വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് കളമൊരുങ്ങി. ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമുള്ള മൂന്നാമത്തെ വൈദ്യുതി നിരക്ക് വർധനയ്ക്കാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നാളെ പ്രഖ്യാപനം നടത്താനാണ് സാധ്യതകൾ. മുഖ്യമന്ത്രി നാളെ സമയം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ഇളവ് വരുത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചാൽ അത് പാലിക്കും. കൂടിക്കാഴ്ച നാളെ നടന്നില്ലെങ്കിൽ വ്യാഴാഴ്ച പ്രഖ്യാപനം. ഇന്നലെ പ്രഖ്യാപിക്കാനായിരുന്നു കമ്മീഷന്റെ തീരുമാനം. KCB അധികൃതർ സമർപ്പിച്ച ചില കണക്കുകളിൽ വ്യക്തത വരുത്തേണ്ടി വന്നതിനാലാണ് അത് മാറ്റിയത്. നാളെ രാവിലെ ആ നടപടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ കാണുന്നത്. അതിനു മുമ്പ് വൈദ്യുതി മന്ത്രിയെ നിരക്ക് വർധന അറിയിക്കുകയും ചെയ്യും. അപ്പം നിലവിലെ നിരക്കിൽ ശരാശരി 34 പൈസ വർധനയും വേനൽക്കാലത്ത് അധിക നിരക്കും രാത്രികാല ഉപഭോഗത്തിന് പ്രത്യേക നിരക്കും ഏർപ്പെടുത്താൻ നേട്ടമുണ്ടാകാനുള്ള അനുമതി അപേക്ഷയാണ് KCB നൽകിയിട്ടുള്ളത്. അപ്പം നിലവിലെ നിരക്കിൽ ശരാശരി 34 പൈസ വർധനമായിരിക്കും. അതുപോലെ വേനൽക്കാലത്ത് അധിക നിരക്കും രാത്രി ഉപഭോഗത്തിന് പ്രത്യേക നിരക്കും ഏർപ്പെടുത്താനുള്ള അനുമതിക്കുള്ള അപേക്ഷയാണ് KCB നൽകിയിട്ടുള്ളത്. അപ്പോൾ KCB പറയുന്നത് പോലെ നിരക്ക് കൂട്ടിയാൽ ഈ വർഷം 812.16 കോടിയും അടുത്ത വർഷം 1399.93 കോടിയും 2026-27 1522.92 കോടിയും കൂടുതൽ വരുമാനമുണ്ടാകും. അപ്പോൾ വേനൽക്കാല താരിഫ് കൂടി അംഗീകരിച്ചാൽ ഈ വർഷം 11.08 കോടിയും അടുത്ത വർഷം 233 കോടിയും 2026-27 349 കോടിയും അധിക വരുമാനം കിട്ടും. അപ്പം തമിഴ്നാടും കർണാടകവും അടക്കം പല സംസ്ഥാനങ്ങളിലും ജനങ്ങൾക്ക് സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. കേരളത്തിനതില്ല. അപ്പം തമിഴ്നാട്, കർണാടക അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും സബ്സിഡി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അതില്ല. അപ്പോൾ കടുത്ത വൈദ്യുതി പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെങ്കിലും നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പാലക്കാട് അറിയിച്ചു. 70% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പോൾ കടുത്ത വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ലെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പം 70% വൈദ്യുതിയും പുറത്തുനിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് വൈദ്യുതി നിരക്കെല്ലാം കൂടും എന്നുള്ളതിൻ്റെയാണ് പറയുന്നത്. അത് മാത്രമല്ല നമുക്ക് കേരളത്തിന് സബ്സിഡി ഒന്നും ഇല്ലാന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒക്കെ അങ്ങനെയുള്ള തമിഴ്നാടിനും കർണാടകയ്ക്കും ഉണ്ട്, പക്ഷെ കേരളത്തിനില്ല. ഏതായാലും നോക്കാം ഇനി മുന്നോട്ടുള്ള വൈദ്യുതി എന്നാണ് പ്രഖ്യാപിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ലൈറ്റ് ഇടാതെയും ഫാൻ ഇടാതെയും ഒക്കെ ഉള്ള ഒരു ദിവസം ചിന്തിക്കാൻ പറ്റത്തില്ല. അതെ, കറണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം പോകും. അപ്പോൾ ഇത്തരത്തിൽ പുതിയ ബില്ല് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത് ഇനി അങ്ങോട്ടുള്ളത്.